1920 ഒക്ടോബർ 17 സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ടിൽ വെച്ച് എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. സോവിയറ്റ് യൂണിയന്റെ പ്രഥമ പ്രസിഡന്റ് ലെനിനുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരേ ഒരു ഇന്ത്യക്കാരനായിരുന്നു എം.എൻ. റോയ്. ബോംബെയിൽ എസ്.എ. ഡാംഗെയുടെ നേതൃത്വത്തിൽ അതിനു മുൻപേ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതറിഞ്ഞ റോയ് ഡാംഗെയുമായി ബന്ധപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ചെട്ടിയാർ, സിന്ധിൽ ഗുലാം ഹസൻ, അത്തരം ചെറിയ ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഒരുമിച്ച് നിർത്തിയാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ റോയ് അതിൻ്റെ ചുമതല ഡാംഗെയെ ഏൽപ്പിക്കുന്നു. അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയക്കാരെല്ലാം പുറമെ കോൺഗ്രസ്സുകാരായിരുന്നതിനാൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു മറയായിരുന്നു. 1922 ബീഹാറിലെ ഗയയിൽ വെച്ച് കോൺഗ്രസിൻ്റെ 37 സമ്മേളനം നടക്കുന്നു. താഷ്കണ്ടിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റായിരുന്ന അബാനി മുഖർജി റോയിയുടെ നിർദ്ദേശപ്രകാരം ഗയയിലെ സമ്മേളന വേദിയിലെത്തി ഡാംഗ, മുസഫിർ, ശിങ്കാരവേലു തുടങ്ങിയവരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു. കോൺഗ്രസ് വേദിയിലെ ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ നിന്നുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അനൗദ്യോഗിക ജനനം.